നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒന്നുമില്ലമ്മേ. പിന്നെ നീ എന്തിനാ നിലവിളിച്ചേ? അതെന്റെ കാലൊന്ന് തട്ടിയതാ. നോക്കി കണ്ട് നടക്കണ്ടേ? അയ്യോ, അതങ്ങനെയാ, കണ്ണു മുഖത്തല്ലോ. നീ എന്തിനാ വിളിച്ചിവിടെ നിക്കുന്നേ? ചേച്ചി, മുത്തശ്ശിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നിനക്കത് നേരിട്ട് ചോദിച്ചുകൂടെ? അത് ഒരുപാട് നേരമായി ഇവിടെ വന്നിട്ട്. ഇല്ല, ഞാനിപ്പോ വന്നേള്ളൂ. പിന്നെന്താ നീ അകത്തോട്ട് വരാതിരുന്നേ? അതിനുള്ള ധൈര്യം എനിക്കില്ല ചേച്ചി. ഇത്രയും ദിവസം കുഞ്ഞ് എവിടായിരുന്നു? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആ കുട്ടിക്ക് സുഖമാണോ മോനെ? മോൻ ഞെട്ടണ്ട, എല്ലാം ഞങ്ങൾക്കറിയാം. മോന് മുത്തശ്ശിയെ കാണണ്ടേ? വേണ്ട കോമലേച്ചി. എന്നാ വേണ്ടെന്നോ? എന്താ മോൻ പറഞ്ഞേ? ഇവിടെ വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകാനോ? ഞാൻ കണ്ടു മുത്തശ്ശി. എപ്പോ? ദൂരെന്ന് കണ്ടു. മോനെ, എന്നാലും ഇവിടെ വരെ വന്നിട്ട് ദയവ് ചെയ്ത് ചേച്ചിനെ നിർബന്ധിക്കരുത്. മുത്തശ്ശി അഭിമുഖീകരിക്കാൻ എനിക്ക് പറ്റില്ല. മോനെ, മുത്തശ്ശിയുടെ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയില്ല. അവനകത്തേക്ക് പോയിട്ടുണ്ട്. ഇങ്ങെടുക്ക്. ഒരു കാരണവശാലും അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകരുത്. ആരെ കൊന്നിട്ടാണെങ്കിലും ഇന്ന് അവനെ പൊക്കണം. പടാ. അമ്മേ. എന്താടി? നീ എന്തിനാ നിന്ന് പരുങ്ങുന്ന? അമ്മ, അത് ആദിക്കുട്ടൻ. ആദിക്കുട്ടൻ? അമ്മ, അത് പിന്നെ. എന്താടി കാര്യം പറ. ആരാ ആരാ നിങ്ങളൊക്കെ? ആരാ? നിങ്ങളൊക്കെ ആരാ? നിങ്ങളൊക്കെ ആരാ? ആരാ നിങ്ങളൊക്കെ? ആരാ ഇവരൊക്കെ? ആരാ? അയ്യോ, എന്താ ഇവിടെ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? അയ്യോ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ആരാ നിങ്ങൾ? ആരാ? അയ്യോ, എന്താ നിങ്ങൾ കാണിക്കുന്നേ? ആരാ നിങ്ങൾ? എന്താ ഈ ചെയ്യുന്നേ? ആരാ നിങ്ങള്? നിങ്ങൾ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആദിത്യനോട് പറയാൻ കൊന്നുകളയും. പറയടി, ഇല്ലെങ്കിൽ കൊല്ലിഞ്ഞ പറയാൻ.
ഹാമി മോളെ 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 ദൈവമേ. അയ്യോ, എന്താ ഇത്? തൊള്ളേ തൊള്ളേ നിങ്ങൾ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? പറ. എന്റെ മോളെ. വീണതാ. ഇറങ്ങി പോടാ പോടാ ഇറങ്ങി. സ്വാമി, മോളെ. എന്റെ മോന്റെ മോളെ. മോളെ. ആമി. സ്വാമി, എന്റെ ദൈവമേ മുത്തശ്ശി. എന്താ ഇത്? അയ്യോ, എന്റെ മോളെ. അയ്യോ. സാറേ സ്വാമി, എന്ത് പറ്റി? സ്വാമി. ആമി ആമി ദത്ത, അയ്യോ, എന്താ പറ്റിയേ? ദത്ത. ആമി അയ്യോ, മുത്തശ്ശി എന്താ പറ്റിയേ? ആദ്യം അവനെ തിരക്കി ആരൊക്കെ ഇവിടെ ആരും വെള്ളം ഉണ്ടാക്കി. ആരും ആരാ മുത്തശ്ശി? ആരാന്ന് അറിയില്ല സാറേ. എല്ലാരും മുഖം മൂടി വെച്ചോണ്ടായിരുന്നു സാറേ വന്നേ. അയ്യോ, ആമി ആമി ദത്ത, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. വാ, ആമി വാ. വിളിച്ചേ. അയ്യോ, എന്റെ ദൈവമേ. അയ്യോ, വാമേ കൊണ്ട്. ആ പയ്യന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് തെറ്റായിപ്പോയെന്ന് മോക്ക് തോന്നുന്നുണ്ടോ? മോള് ഗർഭിണിയാണെന്ന് അവനറിയാലോ അല്ലേ? ആ വിവരം അറിഞ്ഞപ്പോഴാണോ നിങ്ങൾ ഒരുമിച്ച് നാട് വിടാൻ തീരുമാനിച്ചത്? മോളുടെ പ്രയാസം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇനി ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നാ വന്നാലും ധൈര്യത്തോടെ നേരിടണം. അറിയാലോ നമ്മുടെ പെണ്ണുങ്ങളുടെ ജീവിതം. നഷ്ടപ്പെടാൻ നമുക്ക് മാത്രമേ ഉള്ളൂ. നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ ഏത് നിമിഷവും നമ്മൾ കുഴി വീഴും. ആരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ലല്ലോ. എന്താ നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ? ചേട്ടത്തി കാലത്ത് എഴുന്നേക്കണ്ടല്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓ, മോള് കഥ കടച്ച് കിടന്നു. ചേട്ടത്തി അപ്പുറത്തുണ്ടാവും. മോള് കിടന്നോ, അവനിങ്ങ് വരും. ചേട്ടത്തി ഒന്ന് നിന്നേ. ആ? എന്തായിരുന്നു അവിടെ ഒരു ഉപദേശക സമിതി? ഓ, ഞങ്ങള് വെറുതെ ഓരോന്നും മിണ്ടിയും പറഞ്ഞു ഇരുന്നതാ. അധികം മിണ്ടലും പറച്ചിലൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ദേ, വെറുതെ ഉള്ള പണി കളയില്ലേ? അറിയാലോ മുതലാളിയുടെ സ്വഭാവം. എന്നതേലും ഇത്തിരി കാര്യം കിട്ടിയാ മതി ഇഷ്ടക്കേട് തോന്നാൻ. ചുമ്മാ വെറുപ്പിക്കൊന്നും വേണ്ട.